ഹായ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് മോളിക്കുലർ ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ്. സോ മോളിക്കുലർ ബയോളജി ആസ് യു ഓൾ നോ ഇസ് ആക്ച്വലി ദ ബയോകെമിസ്ട്രി ഓഫ് ജീൻസ് ആൻഡ് ദ പ്രോഡക്ട്സ്. അപ്പോൾ നമുക്കിന്ന് വി ഓൾ നോ ദാറ്റ് ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്നൊക്കെ വി ഓൾ നോ. അതൊരു നോൺ ഫാക്റ്റാണ് അല്ലേ. വി ടേക്ക് ദാറ്റ് ഇൻഫർമേഷൻ ഫോർ ഗ്രാൻറ്റഡ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ് ബിഫോർ. ഒരു എന്താണ് പേരൻസിൽ നിന്നും എന്തോ ഓഫ് സ്പ്രിങ്ങിലോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പണ്ട് തൊട്ട് അറിയാം. ബട്ട് അതിൻ്റെ കെമിക്കൽ നേച്ചർ എന്താണ്, അതെന്ത് മോളിക്യൂളാണ്, ഇസ് ദാറ്റ് എ ഷുഗർ, ഒരു പ്രോട്ടീനാണോ, അല്ലാതെ വേറെ എന്തെങ്കിലും ന്യൂക്ലിക് ആസിഡാണോ? ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ തന്നെ ഇസ് ദാറ്റ് DNA or ഇസ് ദാറ്റ് RNA? ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു ഉത്തരത്തിലോട്ട് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന ഉത്തരത്തിലോട്ട് എത്തിച്ചേർന്ന കുറേ എക്സ്പെരിമെൻ്റൽ എവിഡൻസസ് ഉണ്ട്. ആ എക്സ്പെരിമെൻ്റൽ എവിഡൻസസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടുതലായിട്ടും പഠിക്കാൻ പോകുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു എസ്സേ ക്വസ്റ്റ്യൻ, നോർമലി ഒരു എസ്സേക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ടോപ്പിക്ക് +2 പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. സോ ദ നേച്ചർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. നൗ ആസ് ഐ സെഡ് ഏർലിയർ, ലിവിങ് ബീയിങ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കേപ്പബിലിറ്റിയാണ് ദ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് റീപ്രൊഡക്ഷൻ്റെ സമയത്ത് വി ഓൾ നോ ദാറ്റ് സം ഇൻഫർമേഷൻ ഫ്രം ദ പേരൻറ്റ്, a lot of information from the parent is passed on to the progeny. പക്ഷേ വാട്ട് ഈസ് ദാറ്റ്, ആ പാസ് ഓൺ ചെയ്യുന്ന ആ മെറ്റീരിയൽ എന്താണ്? നോ വൺ നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇറ്റ് വാസ് ഇൻ 1869 there was a Swiss biochemist called Friedrich Miescher. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് DNA ഐസൊലേറ്റ് ചെയ്തത്. എവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്തത്? ഹ്യൂമൻ പസ് സെൽസിൽ നിന്ന്. ഓക്കെ, ഡിസ്കാർഡ് ബാൻഡേജസ് എന്നാണ് ഐസൊലേറ്റ് ചെയ്തത്. ആൻഡ് അദ്ദേഹം ഹി കോൾ ദാറ്റ് മെറ്റീരിയൽ ന്യൂക്ലിൻ എന്നാണ് വിളിച്ചിരുന്നത്. വൈ? ബിക്കോസ് അത് ന്യൂക്ലിയസ് എന്ന് വന്നുകൊണ്ട് ഹി കോൾ ഇറ്റ് ന്യൂക്ലിൻ, NUCLEIN. അതിനുശേഷം ഹി സ്റ്റാർട്ടഡ് സ്റ്റഡിങ് അബൌട്ട് ദ മെറ്റീരിയൽ. ആൻഡ് ന്യൂക്ലിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ട് ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ഈ ന്യൂക്ലിൻ്റെ അകത്ത് ഒരു അസിഡിക് നേച്ചർ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഹി കോൾഡ് ഇറ്റ് ആസ് ന്യൂക്ലിക് ആസിഡ്. ആൻഡ് പിന്നെ ഫർദർ സ്റ്റഡിയിൽ നിന്ന് ദേ ഗോട്ട് എൻ ഐഡിയ ദാറ്റ് ന്യൂക്ലിൻ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന് അസിഡിക് നേച്ചർ മാത്രമല്ല, അതിൻ്റെ അകത്ത് തന്നെ ന്യൂക്ലിയസിന് തന്നെ ഒരു ബേസിക് പോർഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഈ ഒരു സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നെയും പല ആൾക്കാരെ സ്റ്റഡി ചെയ്തപ്പം ഈ ഒരു എന്താ പറയുന്നത്, സിമ്പിൾ പ്രോട്ടീൻസിനെയും ന്യൂക്ലിയസിൻ്റെ അകത്തുനിന്ന് കുറേ പ്രോട്ടീൻസിനെയും പല സയൻറ്റിസ്റ്റുകൾക്കും ഐസൊലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടുന്ന് ഒരു ഉത്തരത്തിലോട്ട് എത്തി, ദാറ്റ് ഇസ് ന്യൂക്ലിയസിൻ്റെ അകത്ത്, ഓക്കെ, ഇൻസൈഡ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെയ്ൻ ബോത്ത് DNA ആൻഡ് പ്രോട്ടീൻ എന്നൊരു ഉത്തരം കിട്ടി. അപ്പോൾ ഇതിൻ്റെ താരം ഒരാളാണ് എന്താണ് ആ പ്രോസസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നതെന്നറിയാം, പക്ഷെ ആരെന്നറിയില്ല. ആൻഡ് ഈ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം കുറേ നാളത്തേക്കും നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ എന്താ പറയുക നേച്ചർ ഓഫ് ജനറ്റിക് മെറ്റീരിയലിനെ കുറിച്ച് നോ വൺ വാസ് ഇൻട്രസ്റ്റഡ്. ബട്ട് ഒരു ജനറ്റിക് മെറ്റീരിയൽ, ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആകണമെങ്കിൽ അതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവണം. കുറച്ച് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റണം. എവറി മോളിക്യൂൾ അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എനി മോളിക്യൂൾ കനോട്ട് ബി എ ജനറ്റിക് മെറ്റീരിയൽ. കാരണം ദ റിക്വയർമെൻറ്റ്സ് ആർ, ഒന്ന്, ദ ജനറ്റിക് മെറ്റീരിയൽ വാട്ട് എവർ ദ മോളിക്യൂൾ മേ ബി, ദ ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് ബി ഏബിൾ ടു റെപ്ലിക്കേറ്റ് ദെംസെൽസ്, അല്ലെങ്കിൽ സെൽഫ് റെപ്ലിക്കേഷൻ പറ്റണം. ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റേബിൾ. പെട്ടെന്നൊന്നും അത് എന്താ പറയുക അൺസ്റ്റേബിൾ ആകാൻ പറ്റില്ല, അതിൻ്റെ സ്റ്റെബിലിറ്റി ലൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത്, ദ മോളിക്യൂൾ ഷുഡ് ബി ലാർജ് ഇനഫ് to carry all kinds of biological information, അല്ലെങ്കിൽ there should be variations so that it can carry lots of biological information. And information carry ചെയ്ത് സ്റ്റേബിളായിട്ട് ഇരുന്നാൽ മാത്രം പോരാ, this particular molecule should be able to transmit this information. അപ്പോൾ ഇത്രയും കപ്പാസിറ്റി ഉള്ളൊരു മോളിക്യൂളിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജനറ്റിക് മെറ്റീരിയൽ ആവാൻ പറ്റുള്ളൂ. അപ്പം ന്യൂക്ലിയസിൻ്റെ അകത്ത് DNAയും പ്രോട്ടീനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ദ സയൻറ്റിസ്റ്റ് വർ സെർച്ചിങ് ഫോർ ദാറ്റ് മാക്രോ മോളിക്യൂൾ. ഏതായിരിക്കും മാക്രോ മോളിക്യൂൾ? ആൻഡ് സയൻറ്റിസ്റ്റുകളിൽ മെജോറിറ്റി ഭാഗം ദി ബിലീവ് ദാറ്റ് പ്രോട്ടീൻ ആയിരിക്കാം ഈ ഒരു മാക്രോ മോളിക്യൂൾ. കാരണം പ്രോട്ടീൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 20 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. സോ അവിടെ ഒരു വേരിയേഷൻ ഉണ്ട്.
അപ്പോൾ അത്രയും 20 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇനോമസ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നടക്കാം. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. ആൻഡ് അവിടെ തന്നെ DNA, അതേ സൈഡിൽ തന്നെ ന്യൂക്ലിയസിന് DNA ഉണ്ടെങ്കിലും DNA ആകെപ്പാടെ 4 ന്യൂക്ലിയോടൈഡ്സ് അല്ലേ ഉള്ളൂ, 4 ഡിഫറെൻറ്റ് ന്യൂക്ലിയോടൈഡ്സ്. അതുകൊണ്ട് തന്നെ DNA ഒരു പോർ കാൻഡിഡേറ്റ് ആയിട്ടാണ് പല സയൻറ്റിസ്റ്റുകളും കരുതിയിരുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് 1928 ഫെഡറിക് ഗ്രിഫിത്ത് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് മെഡിക്കൽ ഓഫീസർ, ഹി വാസ് സ്റ്റഡിങ് അബൌട്ട് ന്യൂമോണിയ. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഏരിയ ആയിരുന്നു. ഹി വാസ് സ്റ്റഡിങ് അബൌട്ട് ന്യൂമോണിയ, അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസത്തിനെ കുറിച്ച് പല സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹി വാസ് സ്റ്റഡിങ് മെയിൻലി ഓൺ ദ ബാക്ടീരിയം ദാറ്റ് ഇസ് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയത്തിൽ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ആദ്യത്തെ എവിഡൻസ് കിട്ടുകയാണ്. അതായത് ഒരു ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഒരു പ്രസൻസിൻ്റെ ഒരു എന്താ പറയുക എക്സ്പെരിമെൻ്റൽ എവിഡൻസ് കിട്ടുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഞാൻ പറഞ്ഞത് ഒരു DNA ജനറ്റിക് മെറ്റീരിയലാണ് എന്നുള്ളൊരു എന്നത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ എക്സ്പെരിമെൻ്റൽ എവിഡൻസസ് ഉണ്ട്. അതിൻ്റെ 3 എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ചാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് ഓൺ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ആൻഡ് കാസ് കോസ് ന്യൂമോണിയ. നമ്മളിൽ മാത്രമല്ല കേട്ടോ, മൈസിൽ ന്യൂമോണിയ ഉണ്ടാക്കാൻ പറ്റും. മൈസിൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇറ്റ് ക്യാൻ കിൽ ദ മൈസ് ആസ് വെൽ. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് പല സ്ട്രെയിൻസ് അല്ലെങ്കിൽ പല വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഫെഡറിക് ഗ്രിഫിത്ത് അദ്ദേഹം തന്നെ പല വെറൈറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു പ്രത്യേക തരത്തിൽ 2 വെറൈറ്റി ഉണ്ട്. ആ പല വെറൈറ്റീസ് തന്നെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുകയാണ് എസ്ട്രെയിൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്മൂത്ത് സ്ട്രെയിൻ, ആൻഡ് ദി അതർ ഇസ് നോൺ ആസ് R സ്ട്രെയിൻ ഓർ റഫ് സ്ട്രെയിൻ. ഈ സ്മൂത്ത് സ്ട്രെയിൻ തന്നെ S1, S2, S3 പലതുണ്ട്. റഫ് സ്ട്രെയിൻ തന്നെ S1, S2 അല്ല R1, R2, R3 തൊട്ട് പലതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഗ്രിഫിത്ത് പറഞ്ഞു, അതായത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ തന്നെ 2 തരത്തിലുണ്ട്. എസ് സ്ട്രെയിനും ഉണ്ട്, R സ്ട്രെയിനും ഉണ്ട്. എസ് സ്ട്രെയിൻ്റെ പ്രത്യേകത എന്താണ്? എസ് സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് കൂടുതൽ പാത്തോജനിക് ഡിസീസ് കോസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെയിനാണ്. അതായത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ തന്നെ S എന്ന് പറയുന്ന വെറൈറ്റി സ്ട്രെയിനാണ് അസുഖം ഉണ്ടാക്കാൻ പറ്റുന്നത്. ന്യൂമോണിയ എന്ന് അസുഖം ഉണ്ടാക്കാൻ പറ്റുന്നത്. ആ ന്യൂമോണിയ എന്ന അസുഖം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ട്രെയിനിൽ തന്നെ S3 എന്ന് പറയുന്നൊരു സ്ട്രെയിൻ ഉണ്ട്. ദാറ്റ് ഈസ് എ വെരി വിറുലൻറ്റ് സ്ട്രെയിൻ. വെരി വിറുലൻ്റ് എന്ന് വെച്ചാൽ ദ എബിലിറ്റി, അതായത് ദ ലെവൽ ഓഫ് ഡിസീസ് ഭയങ്കര കൂടുതലാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത്. സിംറ്റംസ് കൂടുതലാണ്, കുറച്ചും കൂടെ എന്താ പറയുക വിഗറസ് ആയിട്ട് അറ്റാക്ക് ചെയ്യും അങ്ങനത്തെ. അപ്പോൾ എന്തുകൊണ്ട് ഈ എസ് സ്ട്രെയിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? എസ് സ്ട്രെയിന് നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് ഔട്ടർ കോട്ടിംഗ് ഉണ്ട്. നോക്കിയത് ഗോട്ട് ആൻ ഔട്ടർ കോട്ടിംഗ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്രൈഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഔട്ടർ കോട്ടിംഗ് ആർക്കുണ്ട്? എസ് സ്ട്രെയിനുണ്ട്. ആൻഡ് ആ ഒരു പോളിസാക്രൈഡ് ഔട്ടർ കോട്ടിംഗ് തന്നെ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ എസ് സ്ട്രെയിനിനെ ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ ബോഡിയിലാണ് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്നും, അല്ല എലികളുടെ ബോഡിയിലാണെങ്കിൽ മൈസിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്നും ഈ ബാക്ടീരിയനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഈ പോളിസാക്രൈഡ് കോട്ടാണ്. പോളിസാക്രൈഡ് കോട്ടിങ്ങിനെ നമുക്ക് കോളനിയായിട്ട് കാണുമ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയ്ക്ക് ഒരു റഫ് സ്ട്രെയിനും ഉണ്ട്. റഫ് സ്ട്രെയിൻ്റെ പ്രത്യേകത എന്താണ്? ഇവർ ഡിസീസ് കോസിങ് അല്ല, നോൺ പാത്തോജനിക് വെറൈറ്റിയാണ്. ഇവർക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ പ്രത്യേകത ഉണ്ട്, ഇവർക്ക് എന്തില്ല? ഈ പറയുന്ന പോളിസാക്രൈഡ് കോട്ടില്ല. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്കിനി ഫെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലോട്ട് പോകാം. സോ ഫെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് എന്തായിരുന്നു? ഹി ഇൻജെക്റ്റഡ് the mice were injected, അല്ലെങ്കിൽ mice were injected with smooth virulent strain കൊണ്ട് ഇൻജെക്റ്റ് ചെയ്തപ്പോൾ മൈസുകൾക്ക് എന്ത് സംഭവിച്ചു? The mouse they died because of pneumonia. ആൻഡ് ലൈവായിട്ടുള്ള ജീവനുള്ള റഫ് സ്ട്രെയിന് ഇൻജെക്റ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി? മൗസിനൊന്നും പറ്റിയില്ല, കാരണം ന്യൂമോണിയ ഒന്നും വന്നില്ല, ഒന്നും പറ്റിയില്ല. നൗ ഗ്രിഫിത്ത് അടുത്തൊരു സ്റ്റഡി നടത്തി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതിനുശേഷം ഹീറ്റ് കില്ല് ചെയ്തത്, അതായത് ഈ പറയുന്ന സ്മൂത്ത് സ്ട്രെയിനെ എസ് സ്ട്രെയിനെ തന്നെ ഹീറ്റ് കൊണ്ട് കില്ല് ചെയ്തിട്ട് അത് ആളിൽ ഇൻജെക്റ്റ് ചെയ്തു, മൗസിൽ ഇൻജെക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മൗസിനൊന്നും പറ്റിയില്ല, കുഴപ്പമില്ല. ദെൻ വാട്ട് ഹി ഡിഡ് ഇസ് അദ്ദേഹം മിക്സ് ചെയ്ത് കൊടുത്തു. അതായത്
ജീവനുള്ള ആർ സ്ട്രെയിനും അതിൻ്റെ കൂടെ തന്നെ ഹീറ്റ് കിൽഡായിട്ടുള്ള, ചത്തുപോയ ഹീറ്റ് കിൽഡായിട്ടുള്ള എസ് സ്ട്രെയിനെയും കൂടെ ആർക്ക് കൊടുത്തു? മൗസിന് കൊടുത്തു. മൗസിന് കൊടുത്തു നോക്കിയപ്പോൾ ഹി വാസ് അസ്റ്റോണിഷ്ഡ്. കാരണം എന്താ പറ്റിയത്? ദ മൗസ് ഡൈഡ്. മൗസ് ഡൈ ചെയ്തെന്ന് മാത്രമല്ല, മൗസിൻ്റെ ബോഡിയിൽ നിന്നും ബ്ലഡിൽ നിന്നും ബോഡിയിൽ നിന്നും അദ്ദേഹത്തിന് എന്ത് ഐസൊലേറ്റ് ചെയ്യാനും പറ്റി? ജീവനുള്ള എസ് സ്ട്രെയിനിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലുക്ക്, സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. വാട്ട് ഈസ് ഹാപ്പനിങ്? ഹീ സജസ്റ്റഡ് ദാറ്റ് സം പ്രോപ്പർട്ടി, ഏതോ ഒരു പ്രോപ്പർട്ടി, എവിടെ നിന്ന്? സം പ്രോപ്പർട്ടി ഈസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ദി ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്സിൽ നിന്നും എന്തോ ഒരു പ്രോപ്പർട്ടി എങ്ങോട്ട് പോകുന്നുണ്ട്? ആർ സ്ട്രെയിനിലോട്ട് പോകുന്നുണ്ട്. സോ ഹീ suggested that some property of the dead estrine bacteria was responsible for the transformation അല്ലെങ്കിൽ ജനറ്റിക് ഓൾട്ടറേഷൻ ഓഫ് ദി ആർ സ്ട്രെയിൻ ടു എസ്ട്രെയിൻ. അതായത് ഈ എസ്സിൽ നിന്നും എന്തോ ഒരു സാധനം ഇവിടെ ചെന്നിട്ട് അത് ആരെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ആറിനെ, ജീവനുള്ള ആറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ജനറ്റിക്കലി കൺവേർട്ട് ചെയ്ത് എസ് ആക്കി എന്ന് പറഞ്ഞു. And the component, ഞാൻ പറഞ്ഞത്, something was able to transform or to alter the R to S. ആ കമ്പോണൻറ്റിനെ, the component of the dead S strain which was responsible in transforming the R strain, ആ ഒരു കമ്പോണൻറ്റിനെ അദ്ദേഹം എന്ത് വിളിച്ചു? He called that component as the transforming principle. ആ ഒരു കമ്പോണൻറ്റിനെ അദ്ദേഹം വിളിച്ച പേരാണ് എന്താണ്? ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിൻ്റെ കെമിക്കൽ നേച്ചർ എന്താണെന്നോ അല്ലെങ്കിൽ അതിനെ ആ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിനെ ഐസൊലേറ്റ് ചെയ്യാനോ ഒന്നും ആർക്ക് സാധിച്ചില്ല? ഗ്രിഫിത്ത് സാധിച്ചില്ല. അദ്ദേഹം അതിനോട് മുതിർന്നതുമില്ല. അപ്പോൾ അതവിടെ, ആ എക്സ്പെരിമെൻ്റ് അവിടെ നിൽക്കുകയാണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ട്രാൻസ്ഫോം പ്രിൻസിപ്പിളിനെ കുറിച്ച് കൂടുതൽ പഠനം മെയിൻലി നടത്തിയത് ആരാണ്? വേറെ 3 സയൻറ്റിസ്റ്റുകളായിരുന്നു. ആ സയൻറ്റിസ്റ്റുകളുടെ പേരാണ് ആക്ച്വലി ഓസ്വാൾഡ് എവേറി, മെക്ലിൻ മെക്കാർട്ടി ആൻഡ് കോളിൻ മെക്ലിയോഡ്. അപ്പോൾ ഇങ്ങനെ എവേറി, മെക്ലിയോഡ് ആൻഡ് മെക്കാർട്ടി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകളാണ് പിന്നെന്താണ് ഈ ഒരു സ്റ്റഡി പിന്നെ നടത്തിയത്. അപ്പോൾ അടുത്ത എക്സ്പെരിമെൻറ്റ് ഇവരുടെയാണ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് എവേറി, മെക്കാർട്ടി ആൻഡ് മെക്ലിയോഡ്. സോ ദീസ് 3 scientists, they started studying in more detail. They started doing experiments to identify the chemical nature of the transforming principle. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഇതേപോലെ തന്നെ ഹീറ്റ് കിൽഡായിട്ടുള്ള എസ് സ്ട്രെയിൻ എടുത്തു. ആൻഡ് ഈ ഹീറ്റ് കിൽഡായിട്ടുള്ള എസ് സ്ട്രെയിനിലോട്ട് അതായത് അവർ നോക്കാൻ തുടങ്ങി. അതിൻ്റെ അത് കാർബോഹൈഡ്രേറ്റ് ജസ്റ്റ് വെരിഫൈ ചെയ്യാനായിട്ട് പ്രോട്ടീനാണോ, DNA ആണോ, RNA ആണോ, ഇനി ലിപ്പിഡാണോ, എന്താണ്. അതായത് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ്റെ അകത്ത് ലിപ്പിഡുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. എസ് സ്ട്രെയിൻ എന്ന ബാക്ടീരിയയുടെ ബോഡിയിൽ എന്തായാലും കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകും, കുറച്ച് ലിപ്പിഡ് ഉണ്ടാകും, പ്രോട്ടീൻ ഉണ്ടാകും, DNA ഉണ്ടാകും, അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടാകും. ഇതിൽ ആരാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ദേ ഡിഡ് ഇസ് ദേ സ്റ്റാർട്ടഡ് എലിമിനേറ്റിംഗ് ഇറ്റ്. എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പിലും ഓരോരുത്തരെ എലിമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഫസ്റ്റ് വാട്ട് ദേ ഡിഡ് ഇസ് ദേ ആക്ച്വലി ടുക്ക് ഹീറ്റ് കിൽഡ് S strain cells and they removed all the lipids and carbohydrate. എങ്ങനെയായിരിക്കും റിമൂവ് ചെയ്തത്? ലിപ്പേസ് എൻസൈമും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഡീഗ്രേഡിങ് എൻസൈംസും വെച്ചിട്ട് അവർ എന്ത് ചെയ്തു? ഈ ഒരു മിക്സ്ചറിൽ നിന്നും ലിപ്പിഡിനെയും കാർബോഹൈഡ്രേറ്റിനെയും റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഈ പറയുന്ന ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെയിനിൻ്റെ അകത്ത് എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും മാത്രമേ ഉള്ളൂ. ഈ പ്രോട്ടീനാണോ, ന്യൂക്ലിക് ആസിഡ് തന്നെ RNA ആണോ, DNA ആണോ എന്നറിയാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ഇതിനെ തന്നെ 3ആയിട്ട് തരംതിരിച്ചു. അതിനകത്ത് ഒരു ഭാഗത്ത് അവരെന്ത് ചെയ്തു? ദി ആഡഡ് പ്രോട്ടീനേസ് എൻസൈം. പ്രോട്ടീനേസ് എൻസൈമിൻ്റെ പവർ എന്താണ്? ദേ ക്യാൻ ഡീഗ്രേഡ് ഓൾ ദി പ്രോട്ടീൻ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇനി എന്തില്ല? പ്രോട്ടീൻ ഇല്ല. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അവർ എന്ത് ആഡ് ചെയ്തു? ദേ ആഡഡ് റൈബോന്യൂക്ലിയേസ്. റൈബോന്യൂക്ലിയേസസ് ആർ എൻസൈംസ് വിച്ച് ഹാസ് ദി കപ്പാസിറ്റി ടു ഡീഗ്രേഡ് RNA. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്തുണ്ട്? പ്രോട്ടീനും ഉണ്ടാകും, DNA ഉണ്ടാകും, പക്ഷെ ആരുണ്ടാവില്ല? RNA ഉണ്ടാവില്ല. അടുത്ത മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അവർ എന്ത് ആഡ് ചെയ്തു? ഡീഓക്സി റൈബോന്യൂക്ലിയേസസ് ആഡ് ചെയ്തു. ഡീഓക്സി റൈബോന്യൂക്ലിയേസസ് ആർ എൻസൈംസ് വിച്ച് ഹാസ് ദി കപ്പാസിറ്റി ടു ക്ലീവ് DNA. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്തുണ്ടാകും? പ്രോട്ടീൻ ഉണ്ടാകും, RNA ഉണ്ടാകും, പക്ഷെ ആരുണ്ടാവില്ല?
DNA ഉണ്ടാവില്ല. ആൻഡ് ദേ എന്ത് ചെയ്തു, ഇവർ സെപ്പറേറ്റ്ലി ഇതിനെല്ലാം എന്തിലോട്ട് ആഡ് ചെയ്തു, സെപ്പറേറ്റ്ലി കുറച്ച് R സെൽസിലോട്ട് ആഡ് ചെയ്തു. R സെൽസിലോട്ട് ആഡ് ചെയ്തിട്ട് അവർ എന്ത് നോക്കി, ഈ R സെൽ, ഈ ഡെഡായിട്ടുള്ള ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ലിപ്പിഡ് ഇല്ലാത്ത, കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത, പ്രോട്ടീൻ ഇല്ലാത്ത ഈ ഒരു സംഭവത്തിന് എസ്ട്രെയിനെ അവരെന്ത് കൊടുത്തു, R സ്ട്രെയിനിന് കൊടുത്തിട്ട് നോക്കി RS ആയി മാറുന്നുണ്ടോ. മാറുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ എന്തില്ല, പ്രോട്ടീൻ ഇല്ല. പക്ഷെ എന്നിട്ടും എന്ത് മാറി, R സ്ട്രെയിൻ S സ്ട്രെയിനായിട്ട് മാറി. സോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് R to S ഇവിടെ നടന്നു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് എടുത്തു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്തില്ല, RNA ഇല്ല, ലിപ്പിഡ് ഇല്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, പ്രോട്ടീനും ഉണ്ട്, DNA ഉണ്ട്. അതും ആഡ് ചെയ്ത് കൊടുത്തു. അത് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെയും എന്ത് സംഭവിച്ചു, R സ്ട്രെയിൻ S സ്ട്രെയിനായിട്ട് മാറി. അതായത് പ്രോട്ടീനും DNA ഉണ്ടായപ്പോൾ അതെന്തായി മാറി, S സ്ട്രെയിനായിട്ട് മാറി. ഓക്കെ, അടുത്തത് അവരെന്ത് ചെയ്തു, ഈ പറയുന്നത് ഇവിടെ എന്തില്ല, ലിപ്പിഡില്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല, അതിനോട് എന്തും ഇല്ല, DNA ഇല്ല. ഈ DNA ഇല്ല, പക്ഷെ എന്തുണ്ടായിരിക്കാം ഇവിടെ, S സ്ട്രെയിനിൻ്റെ വകയായിട്ടുള്ള പ്രോട്ടീനും RNA ഉണ്ടാവും. ഇതിനെ ആർക്ക് ഇട്ട് കൊടുത്തു, R സ്ട്രെയിൻ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ല. അവിടെയുള്ള R സ്ട്രെയിൻ എന്തായിട്ട് തന്നെ ഇരുന്നു, ആറായിട്ട് തന്നെ ഇരുന്നു, എസിലോട്ട് ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി, DNA ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് R to S എന്ന് മനസ്സിലായി. സോ DNA മസ്റ്റ് ബി, DNA ആയിരിക്കണം ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്ന് ആര് പറഞ്ഞു, വെരി, മെക്ലിയോഡ് ആൻഡ് മക്കാർട്ടി പറഞ്ഞു. ഇതാണ് ഡിറ്റർമിനിങ് ടെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റാണ് നമുക്ക് DNA ആയിരിക്കാം എന്ന് പറയുന്നൊരു അനുമാനത്തിലെത്തിയത്. ഇനി ഒരു കൺഫർമേഷൻ വേണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ പല ആൾക്കാരും ഇല്ല എതിർത്തു. ഇത്ര നാളും പ്രോട്ടീൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നടക്കില്ല. പല ആൾക്കാരും എതിർത്തു. പല ആൾക്കാരും ഇതിനെ പ്രൂവ് ചെയ്യാനുള്ള വേറെ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും അക്സെപ്റ്റ് ചെയ്തൊരു എക്സ്പെരിമെൻ്റാണ് ഹേർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻ്റ് ഓൺ ബാക്ടീരിയോഫേജസ്. അപ്പോൾ ഈ അടുത്ത തേർഡ് എക്സ്പെരിമെൻ്റായ ഹേർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ബാക്ടീരിയോഫേജസ് is the experiment which actually proves that Avery's conclusion is right and DNA is the genetic material എന്ന് പ്രൂവ് ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റ് ആണിത്. സോ ലെറ്റ്സ് സീ, നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ യു ഓൾ നോ ദാറ്റ് ദിസ് ഇസ് എ വൈറസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എന്താണ് ഫേജസ്, ബാക്ടീരിയോഫേജസ് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നാണ് ഞാൻ പറയാം. ബാക്ടീരിയോഫേജസ് ആർ വൈറസസ് വിച്ച് ഹാസ് ദി കപ്പാസിറ്റി ടു, അല്ലെങ്കിൽ വിച്ച് അറ്റാക്സ് ബാക്ടീരിയ. ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബാക്ടീരിയോഫേജസ് എന്ന് വിളിക്കുന്നത്. ഈ ബാക്ടീരിയോഫേജസിനൊരു പ്രത്യേകത ഉണ്ട്. അവരുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ആ ബാക്ടീരിയോഫേജിൻ്റെ ബോഡിയിൽ ദേ ഹാവ് ഗോട്ട് ടു മെയിൻ കാര്യങ്ങളാണുള്ളത്. ദർസ് എ ഹെഡ് ആൻഡ് ദർസ് എ ടെയിൽ. ഹെഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോട്ടീൻ കോട്ടുണ്ട്. ആ പ്രോട്ടീൻ കോട്ടിനെയാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഒരു പ്രോട്ടീൻ കോട്ടുണ്ട്, അതിൻ്റെ അകത്താണ് ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പ്രോട്ടീൻ കോട്ടും ഉണ്ട്, അകത്ത് DNA ഉണ്ട്. ഈ ടെയിലെല്ലാം പ്രോട്ടീനാണ്. ഇപ്പം നമുക്കറിയാം ബാക്ടീരിയോഫേജസ് ആർ മെയ്ഡപ്പ് ഓഫ് ജസ്റ്റ് പ്രോട്ടീൻസ് ആൻഡ് DNA നമുക്കറിയാം. സോ എന്തായിരുന്നു ഹേർഷി ആൻഡ് ചേസിൻ്റെ എക്സ്പെരിമെൻറ്റ്? ഹേർഷി ആൻഡ് ചേസിൻ്റെ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ദേ വാണ്ടഡ് ടു നോ വെദർ ഫേജിൻ്റെ, അതായത് ഈ വൈറസിൻ്റെ DNA ആണോ അതോ പ്രോട്ടീനാണോ അതോ DNAയും പ്രോട്ടീനും ഒരുമിച്ചാണോ ഈ ഫേജിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഈ ഫേജ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? വി ഓൾ നോ ദാറ്റ് എങ്ങനെയാണ് ബാക്ടീരിയോഫേജ് അറ്റാക്ക് ചെയ്യുന്നത്. ഫേജസ് എന്ന് പറയുമ്പോൾ ദേ അറ്റാക്ക് ദ ബാക്ടീരിയ. ഞാൻ പറഞ്ഞു ഈ ഫേജ് അവർ വന്ന് ബാക്ടീരിയയുടെ പുറത്ത് വന്ന് ഇരിക്കുന്നു. പുറത്ത് വന്നിരുന്നതിന് ശേഷം നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും ഫേജ് എന്ത് ചെയ്യും, അവരുടെ ഒരു ജനറ്റിക് മെറ്റീരിയൽ, വാട്ട് എവർ ദ ജനറ്റിക് മെറ്റീരിയൽ, ടെയിലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ബാക്ടീരിയയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഫേജ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അകത്തോട്ട് കടന്നു പോവുകയാണ്. അതിനുശേഷം വാട്ട് ഹാപ്പൻസ്, യു ക്യാൻ സീ ദാറ്റ് അകത്ത് ഇൻഫെക്റ്റഡ് ബാക്ടീരിയൽ സെല്ലിൻ്റെ അകത്ത് ഫേജ് വൈറസ് റീപ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് കുറേ വൈറൽ പാർട്ടിക്കിൾസ് ഉണ്ടാക്കും. ഈ വൈറൽ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നത് ആ DNAയും പ്രോട്ടീനും വൈറസിൻ്റെ ബോഡി ഉണ്ടാക്കാനുള്ള വൈറൽ പാർട്ടിക്കിൾസ് എല്ലാം എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, ബാക്ടീരിയയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതുണ്ടാക്കാനുള്ള ഇൻഫർമേഷനാണ് ആദ്യം വന്ന് അറ്റാക്ക് ചെയ്തതെന്നും ബാറ്റിലോട്ട് കയറി. അതായത് ഈ പറയുന്ന വൈറസ് അവിടെ വന്ന് ഇരുന്നിട്ട് അവർ എന്തു ചെയ്യും, ദേ ഗെറ്റ് അറ്റാച്ച് ടു ദ ബാക്ടീരിയൻ. അതായത് വിത്തിൻ മിനിറ്റ്സ് ദ ഫേജ് ഇൻക്രീസസ് ഇൻ നമ്പർ ഇൻസൈഡ് ദ ഹോസ്റ്റ് സെൽ ആൻഡ് ദ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ സെൽ ബ്രേക്ക് ഓപ്പൺ ചെയ്ത്
ആയിരക്കണക്കിന് വൈറസ് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ ആരാണ്, അതായത് വൈറസിൻ്റെ ഏത് കമ്പോണൻ്റാണ് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുള്ള എക്സ്പെരിമെൻ്റാണ് നടത്തുന്നത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ, ഹെർഷി ചേസ് വാണ്ടഡ് ടു വെരിഫൈ വെദർ ദ ഫേജ് DNA ആണോ, ഫേജ് പ്രോട്ടീൻ ആണോ, അല്ലെങ്കിൽ പെർഹാപ്സ് പ്രോട്ടീൻ ആൻഡ് DNA ടുഗെദർ ആണോ ഫേജ് റീപ്രൊഡക്ഷന് സഹായിക്കുന്നതെന്ന് അറിയാനായിട്ട് അവരെന്ത് ചെയ്തു, എക്സ്പെരിമെൻറ്റ് ചെയ്തു. അവർ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അവർ നോക്കി എന്താണെന്ന് വെച്ചാൽ DNA-ക്കും പ്രോട്ടീനും സ്ട്രക്ചറിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ കമ്പോസിഷനിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. സ്ട്രക്ചറിൽ ദർ ആർ ഡിഫറൻസസ്, കെമിക്കലി അവർക്കൊരു മെയിൻ ഡിഫറൻസ് ഉണ്ട്. എന്താണുള്ളത്? DNA-യിൽ എന്തില്ല? DNA-യിൽ സൾഫർ ഇല്ല, ബട്ട് DNA ഹാസ് ഗോട്ട് ഫോസ്ഫറസ്. പ്രോട്ടീനിൽ എന്താണുള്ളത് നമുക്കറിയാം. പ്രോട്ടീനിൽ എന്തുണ്ട്? പ്രോട്ടീൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ അകത്ത് നിറയെ സൾഫറുണ്ട്, പക്ഷെ പ്രോട്ടീനിൽ എന്തില്ല? ഫോസ്ഫറസ് ഇല്ല. അപ്പോൾ അവർ ആ ഒരു കമ്പോണൻ്റാണ് ഇവിടെ യൂസ് ചെയ്തത്. അതായത് DNA-യിൽ എന്തുണ്ട്? DNA-യിൽ ഫോസ്ഫറസ് ഉണ്ട്, ബട്ട് സൾഫർ ഇല്ല. പ്രോട്ടീനിൽ സൾഫർ ഉണ്ട്, ഫോസ്ഫറസ് ഇല്ല. സോ വാട്ട് ദേ ഡിഡ് ഇസ് ദേ മെയ്ഡ് 2 sets ഓഫ് ബാക്ടീരിയോഫേജസ്. 1 set ഓഫ് ബാക്ടീരിയോഫേജ് അവർ എന്ത് ചെയ്തു? അവർ വളർത്തിയത് റേഡിയോ ആക്റ്റീവായിട്ടുള്ള P32 ഫോസ്ഫറസിലാണെങ്കിൽ അടുത്ത സെറ്റിന് അവർ എന്ത് ചെയ്തത്? അടുത്ത സെറ്റ് വാസ് ലേബിൾഡ് വിത്ത് S36 റേഡിയോ ആക്റ്റീവ് സൾഫർ. സോ 1 set ഓഫ് ബാക്ടീരിയോഫേജ് വാസ് ലേബിൾഡ് വിത്ത് P32 റേഡിയോ ആക്റ്റീവ് സൾഫർ ആണെങ്കിൽ ദ അതർ സെറ്റ് വാസ് ലേബിൾഡ് വിത്ത് S35 സൾഫർ. സോ വാട്ട് ഹാപ്പൻഡ്? അങ്ങനെ വന്നപ്പോൾ ഒരു സെറ്റ് ഓഫ് ബാക്ടീരിയോഫേജസ് വിത്ത് ദ DNA ലേബലായിട്ടും അതർ സെറ്റ് ഓഫ് ബാക്ടീരിയോഫേജ് വിത്ത് സൾഫർ ഉള്ള പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് ആയിട്ടും കിട്ടി. ആൻഡ് അവർ എന്ത് ചെയ്തു? ദേ യൂസ് ദീസ് റേഡിയോ ആക്റ്റീവ് വൈറസസ് സെപ്പറേറ്റ്ലി ടു അറ്റാക്ക് ദി ബാക്ടീരിയം. ഈക്കോളൈനെ അറ്റാക്ക് ചെയ്യാൻ കൊടുത്തു. ഈക്കോളൈനെ അറ്റാക്ക് ചെയ്യാൻ കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്തു? അതായത് അറ്റാക്ക് ചെയ്ത് പുതിയ സെറ്റ് ഓഫ് വൈറസസ് ഉണ്ടായി. ആ ബാക്ടീരിയ സെല്ലിനെ ലൈസിസ് ചെയ്ത് പൊട്ടി പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ അവരെന്ത് ചെയ്തു? അതവരെ ഈ ഒരു മിക്സറിനെ അവരെന്ത് ചെയ്തു? ഒരു ബ്ലെൻഡറിൽ, വാറിങ് ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ബ്ലെൻഡറിലിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്തിനാണ്? ബ്ലെൻഡ് ചെയ്തെടുത്ത് എന്തിനാണ്? ഈ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. സം ഓഫ് ദി ടെയിൽ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ടെയിൽ ഇങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്ത് തന്നെ ഇരിക്കും ബാക്ടീരിയ സെല്ല്. അതിനെ ഒന്ന് റിമൂവ് ചെയ്യാൻ എല്ലാ ടെയിൽ എൻഡിനെയും അല്ലെങ്കിൽ എല്ലാ അഡ്ഹെയറിങ് ചെയ്ത് ഈ സെല്ലിലോട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന, ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ബാക്കി വല്ലതും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫേജ് പാർട്ടിക്കിളിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ബ്ലെൻഡ് ചെയ്തിട്ട് ആ മിക്സറിനെ അവരെന്ത് ചെയ്തു? സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ബാക്ടീരിയൽ സെല്ല് എന്തായാലും വൈറസിനേക്കാളും വലിയ സെല്ലാണ്. സോ ഇങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ബാക്ടീരിയൽ സെൽസ് എല്ലാം അടിയിൽ വന്ന് എന്തായിട്ട് മാറും? അടിയിൽ വന്ന് സെറ്റിൽ ചെയ്യും, അല്ലേ? സോ ദേ ബ്ലെൻഡഡ് ഇറ്റ്. ആൻഡ് ബ്ലെൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ഹെവിയർ ആയിട്ടുള്ള ബാക്ടീരിയൽ സെൽസ് എല്ലാം പെല്ലറ്റ് ചെയ്ത് ഇവിടെ വന്നു, അടിയിൽ വന്ന് പെല്ലറ്റ് ചെയ്തപ്പോൾ മുകളിൽ സൂപ്പർനേറ്റലിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റിയത്? ഫേജ് പാർട്ടിക്കിൾ. നമ്മൾ ആദ്യം അറ്റാക്കിന് യൂസ് ചെയ്ത ബാക്കി റിമൈനിങ് ഫേജ് പാർട്ടിക്കിളിനെ കിട്ടിയത്. ആൻഡ് ഈ പറയുന്ന ഒരു മിക്സറിനെ, ഈ പറയുന്ന സെൻട്രിഫ്യൂജ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇതിനെ അവർ റേഡിയോ ആക്റ്റീവ് സ്റ്റഡി നടത്തിയപ്പോൾ വാട്ട് ദേ അണ്ടർസ്റ്റുഡ് ഇസ്, ഈ പറയുന്ന അവരെന്താണ് അണ്ടർസ്റ്റുഡ് ചെയ്തത്? ദേ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് when the phages, അതായത് when the viruses were labeled with radioactive DNA വെച്ച് അതിനെ എന്തു ചെയ്തു? ലേബിൾ ചെയ്തപ്പോൾ അവർക്ക് എന്ത് പറ്റി? ഹെവിയർ ആയിട്ടുള്ള ബാക്ടീരിയൽ സെൽസും എന്ത് പറ്റി? റേഡിയോ ആക്റ്റീവായിട്ട് കാണാൻ പറ്റി. പക്ഷേ വെൻ ദ ഫേജ് വിച്ച് വാസ് ലേബിൾഡ് വിത്ത് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനെ കൊണ്ട് ലേബിൾ ചെയ്ത ഫേജ് യൂസ് ചെയ്തപ്പോൾ അവിടെ റേഡിയോ ആക്ടിവിറ്റി മിക്സറിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന, സോ ഇവിടെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തതിൻ്റെ അകത്ത് നമുക്ക് എവിടെയാണ് റേഡിയോ ആക്ടിവിറ്റിനെ കാണാൻ പറ്റിയത്? സൂപ്പർ നേറ്റൻറ്റിൽ മാത്രമാണ് കാണാൻ പറ്റിയത്. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കാൻ കാര്യം, ഫേജ് ഇൻഫെക്ഷൻ്റെ അകത്ത് പ്രിൻസിപ്പളി എന്ത് മാത്രമാണ് ബാക്ടീരിയൽ സെല്ലിലോട്ട് കടന്നു വരുന്നത്? ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് ബാക്ടീരിയൽ സെല്ലിലോട്ട് വരുന്നത്. ആ ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. DNA ആണ് ഹോസ്റ്റ് സെല്ലിലോട്ട് എൻ്റർ ചെയ്തത് എന്ന്. ആൻഡ് ദിസ് DNA ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ, അതായത് വൈറസിൽ നിന്നും DNA ആണ് ഹോസ്റ്റ് സെല്ലിലോട്ട് എൻ്റർ ചെയ്തതെന്നും ഈ DNA മാത്രമാണ് എന്തിനു റെസ്പോൺസിബിൾ ആകുന്നത്? അടുത്ത സെറ്റ് ഓഫ് പ്രോജനി ഫേജസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഈ DNA ആണ് എന്ന് മനസ്സിലായി. സോ ഇതാണ് എന്ത് ചെയ്തത്?
എവിഡൻസ്, അതായത് കൺക്ലൂസീവ് എവിഡൻസ് നമുക്ക് തന്നത് ദാറ്റ് എവേരി, മെക്ലിയോഡ് ആൻഡ് മെക്കാർട്ടിയുടെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന സജഷനെ പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ് ഹെർഷി ചേസ് എക്സ്പെരിമെൻറ്റ്. സോ വെനെവർ an essay question or any question is asked based on the evidence of DNA as genetic material എന്ന് പറയുന്ന ചോദ്യം ചോദിക്കുവാണെങ്കിൽ you have to write down these 3 experiments. അതല്ലാതെ ഈ ഓരോ എക്സ്പെരിമെൻറ്റും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ അവേരീസ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്സ് 5 മാർക്കായിട്ട് ചോദിക്കാം. വെനെവർ ദ ക്വസ്റ്റ്യൻ ഇസ് ആസ്ക്ഡ് പ്ലീസ് നിങ്ങൾ ഡയഗ്രാം വെച്ചിട്ട് തന്നെ ഇങ്ങനത്തെ ഫ്ലോ ചാർട്ടോ ഡയഗ്രാംസോ വെച്ചിട്ട് തന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ. താങ്ക് യു സോ മച്ച്.